താലൂക്കിലെ നെല്ലറയായ വെളിയണ്ണൂർ ചല്ലിയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാവുന്നു. നെൽകൃഷി വ്യാപകമാക്കാനുള്ള സമഗ്ര പദ്ധതി 2 ആഴ്ചയ്ക്കുള്ളിൽ തയ്യാറാക്കി സമർപ്പിക്കാൻ കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. അരിക്കുളം പഞ്ചായത്ത് സമിതിയും കൊയിലാണ്ടി നഗരസഭയും നൽകിയ നിവേദനത്തെ തുടർന്നാണ് നിർദ്ദേശം. കീഴരിയൂർ, അരിക്കുളം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടന്നിരുന്ന 2500 ഏക്കർ ചല്ലിയിൽ മുമ്പ് നെൽകൃഷി വ്യാപകമായിരുന്നു. അശാസ്ത്രീയമായ നടേരി കനാൽ നിർമ്മാണത്താൽ പിന്നീട് ചല്ലി ഉപയോഗശൂന്യമാവുകയായിരുന്നു. കൃഷിവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പദ്ധതിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. നഗരസഭാ അധ്യക്ഷ K. ശാന്ത, വികസന സ്ഥിരം സമിതി അധ്യക്ഷ KA ഇന്ദിര, കൌൺസിലർ KK അനിൽകുമാർ, അരിക്കുളം പഞ്ചായത്ത് അംഗം KK ബാലൻ, കൃഷിവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രീത, M. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വില്യൻ ലോകൻ മലബാർ മേനൽ ഉൾപ്പെടെ ഈ പ്രദേശത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മലബാർ മേനലിൽ വില്യൻ ലോകൻ ഈ ചെറുവർ പുഴയെ പറ്റിയും അതുപോലെ നായാടൻ പുഴയെ പറ്റിയും കന്നിപ്പുഴയെ പറ്റിയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഈ സാധനല്ലേ, എന്താണ് അതിന്റെ പേര്, എന്തായാലും ഉതളങ്ങ അല്ലെ, ഉതളങ്ങ, ഈ തൂങ്ങി കിടക്കുന്ന പച്ച നിറത്തിലുള്ള ഒരു കായ്, പേരറിഞ്ഞൂടാത്ത കായനെ കുറിച്ചൊക്കെ, കമ്മട്ടിക്കായനെ കുറിച്ചൊക്കെ മലബാർ മേനൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വില്യം ലോകൻ നടത്തിയ സമുദ്ര സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്ന അത്രയും പ്രാധാന്യമുള്ള പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ വളരെ കുറച്ച് സ്ഥലത്ത് 10 ഏക്കറിലോളം കൃഷി ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഇവിടെ? വളരെ കുറച്ച് സ്ഥലത്ത്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ബാക്കി കാര്യം എനിക്ക് അറിഞ്ഞൂടാ. വളരെ കുറച്ച് 10-35 കൂട്ടാം. 10-30-35 ഏക്കറിൽ മാത്രമേ ഇപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. 2500 ഏക്കറോളം അല്ലേ മൊത്തത്തിൽ, അല്ലെ? ഏകദേശം കൂട്ടി 2500ഓളം ഏക്കറോളം കൃഷി സ്ഥലം അവിടെ ഉണ്ട്.